ആർട്ടിക്കിൾ 370 കാശ്മീരിൽ ഇവരെ ഇല്ലാണ്ടാക്കി. നമ്മൾ അറിയേണ്ടത് ഒരു കാലഘട്ടത്തിലും മാനസികമായിട്ട് ഈ രാജ്യത്തോട് ചേർന്ന് നിന്നവരല്ല അവിടുത്തെ ജനത. പക്ഷേ അവരെ തന്ത്രപൂർവമായി ഇന്ത്യയിൽ നിർത്തേണ്ടത് ഇന്ത്യയുടെ അനിവാര്യത കൂടിയായിരുന്നു. പ്രത്യേകിച്ച് കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്തുള്ള സിയാച്ചിൻ മലനിരകളെ പോലെ, കാർഗിൽ മലനിരകളെ പോലെ ഉള്ള വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള യുദ്ധ മേഖലകളെ ഇന്ത്യ രാജ്യത്തോട് ചേർത്ത് നിർത്തേണ്ടത് അനിവാര്യതയാണെന്നുള്ള തിരിച്ചറിവ് കൂടിക്കൊണ്ടാണ് യുദ്ധത്തെ ഞാനൊരിക്കലും അംഗീകരിക്കുന്ന ആളല്ല. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ അതൊരു അനിവാര്യമായി വന്നതുകൊണ്ടാണ് രാജാ ഹരിസിംഗുമായിട്ട് തന്ത്രപരമായി ഒരു ഉടമ്പടി ഒപ്പിട്ടുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ളവർ പിന്നീട് ഭരണഘടനയിൽ അംബേദ്കറിന്റെ പ്രത്യേക താല്പര്യം കൂടി എടുത്തുകൊണ്ട് ആർട്ടിക്കിൾ 370 കൊണ്ടുവന്ന് ആ ജനസംഖ്യയെ കൂടെ നിർത്തിയത്. എന്നാൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിക്കൊണ്ട് ബി.ജെ.പി രാജ്യത്ത് വിഘടനമുണ്ടാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ഒന്ന് പരീക്ഷിച്ചത്. ഇവരെ എങ്ങനെ പ്രതികരിക്കുമെന്ന് നോക്കി. ഒന്നും സംഭവിച്ചില്ല. ബാബറി മസ്ജിദിൽ വിധി വന്നു. നിങ്ങളെ ബാബറി മസ്ജിദ് വിധിയെ എങ്ങനെ നോക്കി കാണുന്നു എന്നറിയില്ല. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ ചരിത്രം കൊണ്ട് വിധിക്കുന്നതിന് പകരം ഇതിഹാസം കൊണ്ട് വിധിക്കുക എന്ന് പറയുന്ന മൂഢമായ പ്രവൃത്തി അവിടെ നടന്നിരിക്കുന്നത്. അത് തെറ്റാണ്, തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. ഒരു പക്ഷെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ രാജ്യത്ത് ചിന്തിച്ചത് ഇനി ഈ രാജ്യത്ത് കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാതെ പോകട്ടെ എന്നാണ്. സ്വാഭാവികമായിട്ടും ബാബറി മസ്ജിദ് വിധി വന്നപ്പോൾ പലരും പ്രതീക്ഷിച്ചു ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകും. പക്ഷേ ഇന്ത്യ രാജ്യത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു പ്രശ്നവും ഉണ്ടായില്ല. കേരളത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായില്ല. അല്ലെങ്കിലും കേരളത്തിൽ പ്രശ്നമുണ്ടായില്ല. കാരണം ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരി മണ്ണ് വാരിയിടാത്ത പ്രബുദ്ധത കാണിച്ചവരാ കേരളത്തിന്റെ പൊതുസമൂഹം, കേരളത്തിലെ മുസ്ലിം ജനത, കേരളത്തിലെ ഹിന്ദു സമൂഹം. പക്ഷേ ബാബറി മസ്ജിദ് വിധി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു 50,000 രൂപയുടെ മൊബൈൽ എന്റെ കയ്യിൽ നിന്ന് ഒരാൾ അപഹരിച്ചു കൊണ്ടുപോകുന്നു. അപഹരിച്ചു കൊണ്ടുപോകുന്ന മൊബൈൽ എന്റേതിന് വേണ്ടി ഞാൻ നിരന്തരമായിട്ട് പോരാടുന്നു. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, കോടതിയിൽ ചെന്നു, കോടതി സമക്ഷം ഞാൻ കണ്ടെത്തി മറ്റൊരാളുടെ കയ്യിൽ എന്റെ മൊബൈൽ ഉണ്ട്. ഞാൻ പറഞ്ഞു എന്റെ EMI നമ്പർ അത് തന്നെയാണ്. അയാൾ പറഞ്ഞു അല്ല എന്റെ സിമ്മാണിത്. അവസാനം കോടതി സമക്ഷമെത്തി, കോടതി അതിസൂക്ഷ്മ പരിശോധന നടത്തി. അപ്പൊ കോടതിക്ക് മനസ്സിലായി എന്താണ് ഞാൻ പറഞ്ഞത് ശരിയാണ്, എന്റെ EMI നമ്പർ തന്നെയാണ് അയാളുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ. പക്ഷേ അയാൾ ഇട്ട് ഉപയോഗിക്കുന്നത് സിം എന്റേത് അല്ല, അയാളുടെ സിമ്മാണ്. കോടതി പറഞ്ഞു ഇത് അദ്ദേഹത്തിന്റെ തന്നെ ഫോണാണ്, കാർത്തിക്കിന്റെ ഫോണാണ്. കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന EMI നമ്പർ അയാളുടേതാണ്. അയാളുടെ കയ്യിൽ ഈ മൊബൈൽ ഉപയോഗിച്ചിരുന്നതിന് തെളിവുണ്ട്. പക്ഷേ കുറച്ചു കാലമായിട്ട് മറ്റേ ആളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യ് കാർത്തിക്, നിങ്ങളുടെ മൊബൈൽ ആണെങ്കിലും നിങ്ങളുടെ EMI നമ്പർ നിങ്ങളുടെ ആണെങ്കിലും കുറച്ചു കാലമായി സിം ഇട്ടുകൊണ്ട് ഉപയോഗിച്ചിരിക്കുന്ന അയാളല്ലേ. അതുകൊണ്ട് തൽക്കാലം അയാളുടെ കൈ ഫോൺ ഇരിക്കട്ടെ. അയാൾക്ക് പകരം ഒരു 2000 രൂപയുടെ സാംസങ്ങിന്റെ ഫോൺ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക കൂടി ചെയ്യണം എന്ന് പറഞ്ഞു. എന്തൊരവസ്ഥയാണ് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അതെന്തെങ്കിലും ആയിക്കോട്ടെ. അതിൽ അവിടെ നിങ്ങൾ അറിയേണ്ടത് 1952 ബാബറി മസ്ജിദിൽ രാമവിഗ്രഹം ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ഇന്ത്യയുടെ കൊണ്ടുവച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നെഹ്റു പ്രത്യേകിച്ച് RSS ഒരിക്കലും അംഗീകരിക്കാത്ത RSSന്റെ ഓർഗനൈസർ എന്ന് പറഞ്ഞ പത്രം പറഞ്ഞത് ഞങ്ങളുടെ വെടിവെപ്പ് അല്ലെങ്കിൽ RSSന്റെ ഓർഗനൈസർ എന്ന് പറഞ്ഞ പത്രത്തിൽ ഒരാൾ പറഞ്ഞത് അയാൾ പറഞ്ഞത് ഞങ്ങളുടെ വെടിവെപ്പ് തെറ്റിപ്പോയി, ഗാന്ധിജിയുടെ നെഞ്ചത്തല്ല നെഹ്റുവിന്റെ നെഞ്ചത്തായിരുന്നു വെടിവെക്കേണ്ടിയിരുന്നതെന്നാ. അതിന് പിന്നീട് ബിനോയ് വിശ്വത്തിനെ പോലെയുള്ള തലേക്കുന്നിൽ ബഷീറിനെ പോലെയുള്ള നേതാക്കന്മാർ മറുപടി എഴുതുകയും കേരളത്തിൽ എന്തായാലും അതിന് മറുപടി കൊടുത്തിരുന്നു. ഇവര് നെഹ്റു അന്ന് പറഞ്ഞെന്തായിരുന്നു, അവിടെ ഒരു വിഗ്രഹം ഇരിക്കുന്ന പറഞ്ഞപ്പോ അതെടുത്ത് തൊട്ടപ്പുറത്തുള്ള തോട്ടിൽ കളയൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിൽ മാറ്റമുണ്ടായി. അത് പിന്നീട് ഞാൻ പറഞ്ഞതാണ്, ചരിത്രത്തെ ഇതിഹാസം കൊണ്ട് ഇവര് വിലയിരുത്തി. അവസാനം അവര് വിധി പോലും മറ്റൊരു രീതിയിലേക്ക് സ്വാധീനിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഈ രാമനും വിവേകാനന്ദനൊക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ RSSകാരുടെ കരണം നോക്കി 2 പുകച്ചു കൊടുത്തേനെ എന്നാണ് നമ്മൾ ഈ അവസരത്തിലെങ്കിലും ആഗ്രഹിക്കുന്നതും വിശ്വസിക്കുന്നതും. അപ്പോ ഒരു വശത്ത് ഇവരുടെ വളരെ കൃത്യമായിട്ടുള്ള തന്ത്രപരമായ കാര്യങ്ങൾ ഇവര് പയറ്റി നോക്കി. ആർട്ടിക്കിൾ 370 ഒന്നും സംഭവിച്ചില്ല. അല്ലെങ്കിൽ ബാക്കിയുള്ള പല നിയമങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഒന്നും സംഭവിച്ചില്ല. ബി.ജെ.പിയും RSSും ഈ രാജ്യത്ത് വിഭജന രാഷ്ട്രീയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് ആലോചിച്ചു നോക്കൂ. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇയാൾ 1ാമത് അധികാരം കേത്തിലേറിയപ്പോ എന്താ ചെയ്തത്? നേരെ പോയി പാർലമെന്റിൽ സാഷ്ടാംഗം കടന്നു. എന്നിട്ട് പറഞ്ഞു ഇത് രാജ്യത്തിന്റെ ശ്രീകോവിലാണ്. അന്നേ ഞാൻ എന്റെ ഫേസ്ബുക്കിൽ എഴുതി, ശ്രീകോവിൽ എന്ന് പറഞ്ഞാൽ അതിലൊരു അപകടമുണ്ട്, എപ്പോഴും അവിടുത്തെ ശാന്തിക്കാരൻ കേറാറില്ല. വളരെ കൃത്യമായിരുന്നു. അയാൾ ഇന്ത്യൻ പാർലമെന്റ്
പാർലമെന്റിൽ കയറാതെ 5 വർഷം കഴിച്ചുകൂട്ടി. അടുത്തത് അയാൾ ചെയ്തെന്തായിരുന്നു? ഭരണഘടന എടുത്തുകൊണ്ട് ആ ഭരണഘടനയിലേക്ക് ഇന്ന് വരെ ഭരണഘടനയെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞവരാ. ദളിതനായിട്ടുള്ള അംബേദ്കർ എഴുതിയ ഭരണഘടന ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ RSSന്റെ BJPയുടെ നേതാവ് നരേന്ദ്രമോദി ഭരണഘടനയിൽ ചുംബനം കൊടുത്തു. നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മൾ കൊല്ലക്കാർ പറയും തെക്കോട്ടെടുക്കുന്നതിന് മുമ്പാണ് അന്ത്യചുംബനമായിട്ട് ചുംബനം കൊടുക്കുന്നത്. വളരെ കൃത്യമായിട്ട് ഭരണഘടന ഇല്ലാണ്ടാക്കുന്നതിന് മുമ്പുള്ള അന്ത്യചുംബനമാണ് നരേന്ദ്രമോദി നൽകിയത് എന്നുള്ളത് കാലം തെളിയിച്ചു. എന്തൊരവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇവര് വിഭജനത്തിന്റെ രാഷ്ട്രീയം നടപ്പിലാക്കുക. പക്ഷേ ഈ പറഞ്ഞ ഭരണഘടനയിൽ ചുംബിച്ച ഭരണഘടനയെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ പറഞ്ഞ പാർലമെന്റ് ശ്രീകോവിലാണെന്ന് പറഞ്ഞ നരേന്ദ്രമോദി ചെയ്തത് എന്താണ്? ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാർ എന്തിന് വാജ്പേയി പോലും ഇത്രയും വൃത്തിയോട് പറഞ്ഞിട്ടില്ല. അയാൾ പറഞ്ഞത് കലാപകാരികളെ വേഷം കണ്ടാ തിരിച്ചറിയാം. പക്ഷെ അവിടെ നരേന്ദ്രമോദിക്ക് തെറ്റിപ്പോയി. എനിക്ക് പൂണൂലിന്റെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള ആളാണ്. പക്ഷേ അന്ന് അത് അനിവാര്യതയായിരുന്നു. ഡൽഹിയിൽ ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ സമരം ചെയ്ത കുട്ടികൾ, ആൺകുട്ടികൾ ഷട്ടൂരി കളഞ്ഞു. എന്നിട്ട് നെഞ്ചിലേക്ക് കൈ ചൂണ്ടി വാരണാസിയിൽ നിന്ന് വന്ന പൂണൂലിട്ടൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു, മിസ്റ്റർ നരേന്ദ്രമോദി, എന്റെ വേഷം കണ്ടിട്ട് താൻ ഏത് കലാപകാരിയാണ് തിരിച്ചറിഞ്ഞതെന്ന് ചോദിച്ചു. എന്റെ പ്രതീക്ഷ അവിടെയാണ്. ഈ രാജ്യത്തിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ, വിവിധ മതങ്ങളിൽ, വിവിധ ജാതികളിൽ ഉള്ള ഒരു വലിയ കൂട്ടം ചെറുപ്പക്കാർ ഇന്നും ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ സമരത്തിലാണ്. അവരിലാണ് നമ്മളുടെ പ്രതീക്ഷ. അവരെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന തിരിച്ചറിവിലാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയവാദി, എവിടെ മൈക്ക് കിട്ടിയാലും വർഗീയ വിഷം മാത്രം തുപ്പുന്ന അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നു, BJPക്കാർ സംയമനം പാലിക്കണം, നിങ്ങള് വർഗീയപരമായ പരാമർശം നടപ്പിലാക്കരുതെന്ന്. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണം. ഈ രാജ്യത്തെ ഏറ്റവും വലിയ കുഴപ്പക്കാരൻ തന്നെ അത് പറയുന്ന അവസ്ഥയിലേക്ക് വന്നു എങ്കിൽ ഈ രാജ്യത്ത് നമ്മൾ നടത്തുന്ന സമരം ശരിയായ ദിശയിലേക്കാണ് എന്നുള്ളതിന്റെ സൂചനയാണ്. BJPയോടും RSSനോടും പറയാനുള്ളത് ഞാൻ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അതിന്റെ വിശാലതയിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷേ നമ്മൾ ഇത് നിരന്തരമായി ഈ കാര്യങ്ങൾ പറയുമ്പോൾ, ഇതിനെ വസ്തുനിഷ്ഠമായി ചൂണ്ടിക്കാണിക്കുമ്പോൾ പാകിസ്ഥാനിൽ പോകാനാ പറയുന്നത്. ഇവന്മാരുടെ തറവാട്ട് സ്വത്താണോ പാകിസ്ഥാൻ? അവിടോട്ട് നമ്മളെ കൊണ്ട് തടങ്കൽ പാളയത്തിൽ താമസിക്കാൻ? അവിടെ നമ്മളോട് നിരന്തരമായി പാകിസ്ഥാനിൽ പോകാൻ പറയുന്നവരോട് 1-2 ചരിത്രം പറയുന്നു. 1857 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ കുറിച്ച് ഒത്തിരി പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. ബിപിൻ ചന്ദ്ര എഴുതിയിട്ടുണ്ട്, MGS നാരായണൻ എഴുതിയിട്ടുണ്ട്, റോമില താപ്പർ എഴുതിയിട്ടുണ്ട്. അവരെ ഒന്നും നിങ്ങൾ അംഗീകരിക്കണ്ട. നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റിയ ഒരാളുണ്ട്, VD സവർക്കർ, നിങ്ങളുടെ നേതാവ്. സവർക്കർ എഴുതിയിരിക്കുന്ന 1857 ഇന്ത്യാസ് ഫസ്റ്റ് ഫ്രീഡം സ്ട്രഗിൾ, 1857 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ വളരെ സുവ്യക്തമായിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ട്, ഈ രാജ്യത്തിന്റെ 1ാം സ്വാതന്ത്ര്യ സമരമാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഉൾപ്പെടെയുള്ള പിറവിയിലേക്ക് നയിക്കപ്പെട്ടത്. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം ഈ രാജ്യത്തെ സംബന്ധിച്ച് നിർണായകമായിരുന്നു. അതിൽ അവസാനം അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യർ രക്തസാക്ഷികളായി. അതിൽ 3/4 പേരും ബഹുഭൂരിപക്ഷം പേരും ഇസ്ലാം നാമധാരികളായിരുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ വീർ സവർക്കറാണ്. അയാൾ എഴുതി വെച്ചത് കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കാൻ BJPക്ക് RSSനും പറ്റുമോ? ആ ഒരു സമുദായത്തിനോടാണ് ഇവന്മാർ ഇപ്പൊ ദേശസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റും ചോദിച്ചുകൊണ്ട് വരുന്നത്. ഈ രാജ്യത്ത് ഞങ്ങളെ പോലെയുള്ളവർ സംസാരിച്ചിട്ട് പറയുന്ന ജയ് ഹിന്ദ് എന്ന് പറഞ്ഞ മുദ്രാവാക്യം, അത് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പോരാട്ട വീതിയിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിനൊപ്പം നിന്നുകൊണ്ട് വിളിച്ചു കൊടുത്തത് ആബിദ് ഹസൻ സഫാനി എന്ന് പറഞ്ഞ മുസൽമാനായിരുന്നു. ഇൻകുലാബ് സിന്ദാബാദ്, വിപ്ലവം വിജയിക്കട്ടെ എന്ന് ഈ രാജ്യത്തിന് പറഞ്ഞു കൊടുത്തത് ഉറുദു കവിയായിരുന്ന, എഴുത്തുകാരനായിരുന്ന ഹസ്രത് മുഹാനി എന്ന് പറഞ്ഞ മുസൽമാനാണ്. 1942 ആഗസ്റ്റ് 9-ാം തീയതി ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരാ നീ ഇവിടെ നിന്നും പോകൂ എന്ന് പറഞ്ഞു ക്വിറ്റ് ഇന്ത്യ എന്ന് ബ്രിട്ടീഷുകാരന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് യൂസഫ് മെഹ്റലി എന്ന് പറഞ്ഞ മുസൽമാനായിരുന്നു. എത്രയോ പേരുടെ ചരിത്രം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ രക്തസാക്ഷികളായ അബ്ദുള്ളയെ പോലെ, ഷാഹിദ് അലിയെ പോലെ, അഷാഖുള്ള ഖാനെ പോലെ, വക്കം അബ്ദുൽ ഖാദറിനെ പോലെ എത്രയോ പേരുടെ ചരിത്രം ഈ രാജ്യത്ത് നമുക്ക് പറയുവാനുണ്ട്. ഈ
രാജ്യത്തിന് ജാമിയ ഇസ്ലാമിയ നൽകിയ മൗലാന ഷൗക്കത്ത് അലിയെ പോലെയുള്ളവർ, ആലി സഹോദരന്മാരുടെ അവരുടെ നേരിട്ടുള്ള ഇടപെടൽ നടത്തിയ പോരാട്ടങ്ങൾ, അവരുടെ അമ്മയായ ആബിദ് ഷാനിദ ബീഗത്തെ പോലെ എത്രയോ പേരുടെ ധീരമായ കഥകൾ പറയുവാനുണ്ട്. അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ ഈ സംസ്ഥാനത്ത് നിന്നുകൊണ്ട് പോരാട്ടം നടത്തിയവർ എത്രയോ പേര്, എത്രയോ ഇസ്ലാം നാമധാരികൾ ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളായി ഈ രാജ്യത്തിന് മറക്കുവാൻ പറ്റാത്ത സംഭാവനകൾ നൽകി. സയ്യിദ് അലി മുഹമ്മദ് ഖാനെ പോലെയുള്ളവരാണ് അലിഗഡ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. ഇനിയും ഈ രാത്രി പുലരുവോളം പറയുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ആ വലിയൊരു സമൂഹത്തോടാണ് ഇവര് ദേശസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത്. നമ്മൾ അറിയേണ്ടത്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ രക്തസാക്ഷികളായ ചന്ദ്രശേഖർ ആസാദിനെ പോലെ, രാജ്ഗുരുവിനെ പോലെ, സൂര്യസെന്നിനെ പോലെ, ഭഗത് സിംഗിനെ പോലെയുള്ളവരുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ചരിത്രമെങ്കിലും RSSഉം BJPയും പഠിക്കണം. കഴിഞ്ഞ ദിവസം പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പോസ്റ്ററിൽ ഭഗത് സിംഗിനെ അടിച്ച്, പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിക്കുന്ന പോസ്റ്ററിൽ ഭഗത് സിംഗിനെ അവരടിച്ചു വെച്ചിരിക്കുന്നു. ഭഗത് സിംഗ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആ പോസ്റ്റർ അടിച്ചവന്റെ തല അടിച്ചു പൊട്ടിച്ചേനെ. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണം. വൈ ഐ ആം ആൻ എത്തിയസ്റ്റ്, ഞാൻ എന്തുകൊണ്ട് നിരീശ്വരവാദിയായി എന്ന് ഈ രാജ്യത്തിന്റെ മുമ്പിൽ പുസ്തകം എഴുതിയ ആളാ ഭഗത് സിംഗ്. അദ്ദേഹത്തിന്റെ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ ആർമി എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ സായുധ സംഘടനയിൽ ചേരാനുള്ള ഒന്നാമത്തെ മാർഗനിർദ്ദേശത്തിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? മതവർഗീയവാദിയാണെങ്കിൽ ഞങ്ങളുടെ സംഘടനയിൽ ചേരാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖദേവനെയും പോലെയുള്ള ചെറുപ്പക്കാർ വെറും 23-ാമത്തെ വയസ്സിലാണ് ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളായത്. ഭഗത് സിംഗുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അന്ത്യകാലത്ത് ഒരു ബ്രിട്ടീഷ് പത്രപ്രവർത്തകൻ നടത്തിയ ഇന്റർവ്യൂ ഉണ്ട്. അതിൽ അദ്ദേഹം ഭഗത് സിംഗിനോട് ചോദിക്കുന്നു, 23 വയസ്സല്ലേ നിങ്ങൾക്കുള്ളൂ, നിങ്ങൾ എന്തിനാണ് ആ ബ്രിട്ടീഷുകാരോട് സന്ധി ചെയ്തിട്ട് രക്തസാക്ഷിത്വത്തിൽ നിന്നും രക്ഷപ്പെട്ടുകൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഭഗത് സിംഗ് പറയുന്നത്, എനിക്ക് 23 വയസ്സേ ഉള്ളൂ. 23 വയസ്സിൽ കേണൽ സാൻഡേഴ്സന്റെ പദം ഉൾപ്പെടെ എന്നെ കൊണ്ട് ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ഈ രാജ്യത്തിന്റെ സമര പോരാട്ടത്തിലേക്ക് ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ എനിക്ക് സംഭാവന ചെയ്യാൻ പറ്റി. പക്ഷെ നിങ്ങൾ അറിയേണ്ടത്, എന്റെ 23-ാമത്തെ വയസ്സിൽ ഭഗത് സിംഗ് എന്ന ഞാൻ ഇവിടെ രക്തസാക്ഷിയായാൽ, ഭഗത് സിംഗ് എന്ന് പറയുന്ന ഒരു രക്തസാക്ഷി ഉണ്ടാകുമ്പോൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലേക്ക് 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ രക്തസാക്ഷി ആയി എന്നതിന്റെ ആ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നല്ല, 1000 പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭഗത് സിംഗുമാരെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലേക്ക് കിട്ടും. അതുകൊണ്ട് തൂക്കുമരത്തിൽ ഊയാലാടാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ രക്തസാക്ഷികളായ ചെറുപ്പക്കാരാണ് അവരൊക്കെ. ജതിൻ ദാസ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ 64 ദിവസമാണ് പട്ടിണി കിടന്നത്. 64-ാമത്തെ ദിവസം പട്ടിണി കിടന്ന് മൂക്കിൽ നിന്ന് രക്തം വന്ന് വായിൽ കൂടെ പത വന്ന് പട്ടിണി മരണം നടത്തിയ ജതിൻ ദാസിനെ പോലെയുള്ള ചെറുപ്പക്കാർ ഈ രാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ജതിൻ ദാസിനോടും ചോദിച്ചതാണ്, നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും ആ നിരാഹാരം അവസാനിപ്പിച്ചൂടെ? അന്ന് ജതിൻ ദാസ് പറഞ്ഞത് അതായിരുന്നു. ഈ രാജ്യത്തിന് നിരാഹാരം എന്ന് പറയുന്നത് ഗാന്ധിജി സംഭാവന ചെയ്ത നിരാഹാരം എന്ന് പറഞ്ഞ ആശയത്തെ എന്നെ പോലെയുള്ളവർ ഏറ്റെടുത്ത് രക്തസാക്ഷിത്വം വഹിക്കുമ്പോൾ അത് ഈ വലിയ പോരാട്ടത്തിലേക്ക് അതുകൊണ്ട് നമുക്ക് ചേർത്ത് വെക്കാൻ പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ജതിൻ ദാസിനെ പോലെയുള്ളവർ രക്തസാക്ഷികളായത്. ഞാനിത് പറഞ്ഞു വന്നത് സംഘപരിവാറിനെ, BJPയെ അവരുടെ ചരിത്രം ഓർമ്മിപ്പിക്കാനാ. ജതിൻ ദാസിനെ പോലെ, ഭഗത് സിംഗിനെ പോലെ, സുഖദേവനെ പോലെ, രാജ്ഗുരുവിനെ പോലെയുള്ള ചെറുപ്പക്കാർ ഞങ്ങൾ മരണപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് തൂക്കുമരത്തിലേക്കോ അല്ലെങ്കിൽ പട്ടിണി കിടന്ന മരണത്തിലേക്കോ നയിക്കപ്പെട്ടപ്പോൾ സ്വയം തയ്യാറായി പോയപ്പോൾ നിങ്ങളുടെ നേതാക്കന്മാർ എന്താണ് ചെയ്തത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകനായി, പിന്നീട് ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനായി, പിന്നീട് RSSന്റെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളായി മാറിയ നിങ്ങളുടെ സവർക്കർ 6 തവണയാ മാപ്പെഴുതി കൊടുത്തത്. 5 തവണ മാപ്പെഴുതി കൊടുത്ത് വീര്യമില്ലാത്തത് കൊണ്ട് 6-ാമത്തെ തവണ ഞാനും എന്റെ പ്രസ്ഥാനവും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ വിധേയത്വമുള്ള അടിമയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സവർക്കർ മാപ്പെഴുതിയത്. AB വാജ്പേയി മാപ്പെഴുതി, ഗോൾവർക്കർ മാപ്പെഴുതി. ഗോൾവർക്കർ ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ അയാളെ കണ്ടുകൊണ്ട് 3 ചെറുപ്പക്കാര് ഞങ്ങൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഇറങ്ങാൻ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ചേരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് പാടില്ല, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം അനിവാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരോട് സംഘപരിവാറിൽ ചേർന്ന് പ്രവർത്തിക്കാനാണ് ഞാൻ ഉപദേശം കൊടുത്തതെന്ന് ഗോൾവർക്കർ അയാളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്.
അതാണ് ഇവരുടെ ചരിത്രം. അതുകൊണ്ട് BJP-യോടും RSS-നോടും സംഘപരിവാറുകാരോടും പറയുന്നത്, ഇവിടുത്തെ മുസ്ലിം സമുദായത്തിനോടോ ഇവിടുത്തെ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടോ നിങ്ങൾ പൗരത്വം തെളിയിക്കാൻ പറഞ്ഞാൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സ്മൃതി ഇറാനിയുടെയും ഒറിജിനൽ ബിരുദ സർട്ടിഫിക്കറ്റ് കൊണ്ട് സാക്ഷ്യപ്പെടുത്തു. എന്നിട്ട് ഇവിടുത്തെ പൊതുസമൂഹത്തിനോട് പറയാം പൗരത്വം തെളിയിക്കാൻ. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണം. ഈ രാജ്യത്തിന്റെ സ്വതന്ത്രാനന്തര ഇന്ത്യ, ഇവിടെ നമ്മളോട് പാകിസ്ഥാനിൽ പോകാൻ പറയുമ്പോൾ നമ്മൾ പറയുന്നത് അതാണ്, നിങ്ങൾ പാകിസ്ഥാനിൽ പോകണം. ഇന്ത്യയുടെ അവിഭക്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരങ്ങളായിരുന്നു റാവൽപിണ്ടി, പെഷവാർ, കറാച്ചി, ഇസ്ലാമാബാദ്, ലാഹോർ. നിങ്ങൾ ചരിത്രം വായിച്ചാൽ, പ്രത്യേകിച്ച് നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ സാമൂഹിക പാഠകം പുസ്തകം നിങ്ങൾ വായിച്ചാൽ പോരെ. ഇന്ത്യ രാജ്യത്തിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിങ്ങൾ എപ്പോഴും വായിക്കുന്നത് ലാഹോറും കറാച്ചിയും ഇസ്ലാമാബാദും പെഷവാറും റാവൽപിണ്ടി അല്ലേ? ഇന്ത്യ രാജ്യത്തിൽ അന്ന് വലിയ നഗരങ്ങളായിരുന്നു ഈ 5 നഗരങ്ങളും. പക്ഷേ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നിന്ന് അവര് അടന്നു പോവുകയും പാകിസ്ഥാൻ ആവുകയും ചെയ്തിട്ട് എന്താണ് ഇന്ന് 5 നഗരങ്ങളുടെ അവസ്ഥ? അന്നെന്തായിരുന്നു അതിനേക്കാൾ താഴേക്കാണ് ഈ നഗരങ്ങൾ പോയത്. ഇന്ത്യ രാജ്യത്ത് മറുവശത്ത് ബോംബെയും കൽക്കട്ടയും ഡൽഹിയും ഒക്കെ, ബാംഗ്ലൂരും മദ്രാസും ഉൾപ്പെടെ കൊച്ചി ഉൾപ്പെടെയുള്ള നഗരങ്ങൾ ഒത്തിരി പോരായ്മകളുണ്ട്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ആ നഗരങ്ങൾ ഉയർന്നു വരികയും ഈ രാജ്യത്തിലെ ഒത്തിരി പോരായ്മകൾ ഉള്ളപ്പോഴും ഈ രാജ്യത്തിലെ മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർന്നു വന്നു. നമ്മൾ ആലോചിക്കേണ്ടതല്ലേ, ഒരു കാലഘട്ടത്തിൽ അമേരിക്കക്കാരന്റെ ചോളം നിറച്ച ചോളപ്പൊടിയുമായുള്ള കപ്പൽ വന്നില്ലെങ്കിൽ പട്ടിണി കിടന്നിരുന്ന രാജ്യത്ത് നിന്നും ഒന്നുമില്ലെങ്കിലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ഒരു താഴെ ഉടുക്കുന്ന ഒരു മുണ്ടായിരുന്നു ഇന്ത്യക്കാരന്റെ ശരാശരി വസ്ത്രം. മേൽമുണ്ട് അറ്റത്തിന്റെ സൂചനയായിരുന്ന രാജ്യത്ത് നമ്മളെ പോലെയുള്ളവർ 1000-ന്റെയും 2000-ന്റെയും 3000-ന്റെയും പീറ്റർ ഇംഗ്ലണ്ടും ഹിൽട്ടണും വാൻ ഹുസൈനും ഇടുന്ന സ്ഥലത്തേക്ക് ഈ രാജ്യം മാറിയില്ലേ? നമ്മളുടെ കാൽപാദങ്ങൾ നഗ്നപാദങ്ങളിൽ കൂടി നടന്നെടുത്ത് 2000-ന്റെയും 3000-ന്റെയും 5000-ന്റെയും വുഡ്ലാൻഡ്സും റീബോക്കും നിക്കിയും ഇടുന്നൊരവസ്ഥയിലേക്ക് ഈ രാജ്യം വളർന്നില്ലേ? ഈ രാജ്യത്തെ മനുഷ്യന് കാളവണ്ടിയായിരുന്നു ഏറ്റവും ആഠ്യത്വമുള്ള വാഹനമെങ്കിൽ പൊതുവിദ്യാഭ്യാസ പൊതുഗതാഗതം വളർന്ന് KSRTC-യും ഇന്ത്യൻ റെയിൽവേയും എയർ ഇന്ത്യയും ഒക്കെ ഈ രാജ്യത്തുണ്ടായി. അത് പോരാത്തതിന് ഓരോ വീടുകളിലും ഇരുചക്ര വാഹനങ്ങളും മുച്ചക്ര വാഹനങ്ങളും 4 ചക്ര വാഹനങ്ങളിലുമേക്ക് ഈ രാജ്യം മാറിയില്ലേ? ഈ രാജ്യത്ത് 300 സർവകലാശാലകൾ ഉണ്ടായി, IIT-കൾ ഉണ്ടായി. ഈ രാജ്യത്ത് ഇൻകോസ്പാറും ISROയും പോലെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായി. DRDOയും DRDLയും ഉണ്ടായി. നാഗ്പൂരിലും ഖരഗ്പൂരിലും IIT-കൾ ഉണ്ടായി. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുകൾ ഉണ്ടായി. ആതുരാലയങ്ങൾ ഉണ്ടായി. ഈ രാജ്യത്തിന് ഒത്തിരി പോരായ്മകൾ ഉണ്ടായെങ്കിലും മേട്ടൂരിലും ഹിരാക്കുട്ടിലും ബക്രാനെങ്കിലും അണക്കെട്ടുകൾ ഉണ്ടായി. ഈ രാജ്യത്ത് വൈദ്യുതിയും വെള്ളവും ഉണ്ടായി. ജലസേചന പദ്ധതികൾ ഉണ്ടായി. ഈ രാജ്യം പതുക്കെയെങ്കിലും വളർന്നു വന്നു. പോരായ്മകൾ ഉണ്ടെങ്കിലും ഈ രാജ്യത്ത് നരേന്ദ്രമോദിക്ക് നോട്ട് നിരോധിച്ച് 2000-ന്റെ നോട്ട് ഇറക്കിയപ്പോൾ അയാളുടെ നോട്ടിൽ മംഗൾയാൻ അടിച്ചു വെക്കാനുള്ള അവസരം ഈ രാജ്യത്തുണ്ടായി വന്നു. എങ്ങനെ ഉണ്ടായി? ഈ രാജ്യം മതേതരത്വമായിരുന്നത് കൊണ്ട്, ഈ രാജ്യത്ത് ഭരണഘടന ഉണ്ടായിരുന്നത് കൊണ്ട്. ഞാൻ നേരത്തെ പരാമർശിച്ച പാകിസ്ഥാനിലെ അവിഭക്ത ഇന്ത്യയുടെ ഭാഗമായിരുന്ന വലിയ വലിയ നഗരങ്ങളായിരുന്ന റാവൽപിണ്ടിയും ലാഹോറും കറാച്ചിയും ഒക്കെ ഇന്നും പിന്നോക്കം നിൽക്കുമ്പോൾ ഈ രാജ്യത്ത് ഇത്രയും മാറ്റം ഉണ്ടായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, പാകിസ്ഥാൻ മതാധിഷ്ഠിത രാജ്യമായതുകൊണ്ട് ആ രാജ്യം അങ്ങനെ നിൽക്കുകയും മതേതര രാജ്യമായ ഭരണഘടന ഉണ്ടായ രാജ്യം ഇങ്ങനെയായി മാറുകയും ചെയ്തതാ. ഭരണഘടന ഉണ്ടാക്കിയ BR അംബേദ്കറിന്റെ ചരിത്രം എന്തായിരുന്നു നമ്മൾ ചിന്തിക്കണ്ടേ? ആ മനുഷ്യൻ സ്കൂളുകളിൽ പഠിക്കുന്ന അവസരത്തിൽ ആ മനുഷ്യൻ കഴുത്തിൽ തൂങ്ങിയ കയറിൽ ചിരട്ടയിലാണ് അദ്ദേഹം ചിരട്ടയിൽ മണ്ണ് നിറച്ച സ്കൂളിൽ പോയത്. കാരണം ദളിതനായ BR അംബേദ്കറിന് പൊതുവഴി ഓരങ്ങളിൽ തുപ്പാൻ പാടില്ലായിരുന്നു. BJP-ക്ക് വേണ്ടി RSS-ന് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ പോകുന്ന, കയ്യിൽ ചരടും ദണ്ഡയുമായി പദസഞ്ചലനത്തിന് പോകുന്ന പിന്നോക്ക ദളിത് സമുദായത്തിലുള്ള സംഘപരിവാറുകാർ ഈ രാജ്യത്തിന്റെ ചരിത്രം പഠിക്കണം. അന്ന് നിങ്ങളെ കൊണ്ട് ചുടിയോട് വാരിക്കുന്ന RSS-ന്റെ പ്രമാണികൾ, അവന്മാരുടെ പൂർവികന്മാർ നമ്മളെ പോലെയുള്ള സമൂഹത്തെ വഴിയിറങ്ങി നടക്കാൻ സമ്മതിക്കില്ലായിരുന്നു. BR അംബേദ്കർ ചിരട്ടയിൽ മണ്ണിട്ടുകൊണ്ട് പോയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള തുപ്പല് ആ ചിരട്ടയിലാ തുപ്പി വെച്ചിരുന്നത്. കാരണം പൊതുവഴിയിൽ തുപ്പാൻ പറ്റാത്തത് കൊണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്ത് മനുഷ്യത്വരഹിതമായിട്ടുള്ള ജീവിതമായിരുന്നെന്ന്.
നെഞ്ചിൽ കിടക്കുന്ന ചിരട്ടയിൽ തുപ്പിവെച്ച കവവും ആ തുപ്പലും കൊണ്ട് വീട്ടിൽ തട്ടിക്കളയണമായിരുന്നു. വീട്ടിൽ അയ്യത്ത് കയറി തട്ടിക്കളയണം. എന്നിട്ട് ആ മനുഷ്യന് കഴുത്തില മാല പോലെ കിടക്കുന്ന ചിരട്ട മാറ്റാൻ പറ്റുള്ളായിരുന്നു. ആ അംബേദ്കർ ഭരണഘടന എഴുതി 6 PhD എടുത്തു. ആ മനുഷ്യൻ 29 ബിരുദാനന്തര ബിരുദങ്ങൾ എടുത്തു. അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടി ഈ രാജ്യത്തിന്റെ പോരായ്മകളോട്, ഈ രാജ്യത്തിന്റെ മാറ്റി നിർത്തലുകളോട്, വർണ്ണവെറിയോട് പോരാടി ആ മനുഷ്യൻ, ഇന്ത്യയുടെ നിയമമന്ത്രിയായ അംബേദ്കർ, ഈ രാജ്യത്ത് ഭരണഘടന എഴുതി വെച്ചപ്പോൾ അത് ദളിതനായ അംബേദ്കർ എഴുതിയ ഭരണഘടന അംഗീകരിക്കാൻ പറ്റില്ലെന്നും മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും ഉണ്ടെന്നും പറഞ്ഞ ചരിത്ര ഇവിടുത്തെ BJPക്ക് RSSനുള്ളത്. മൂവർണ്ണക്കൊടി അംഗീകരിച്ചിട്ടില്ല, ദേശീയ ഗാനം അംഗീകരിച്ചിട്ടില്ല, ഭരണഘടന അംഗീകരിച്ചിട്ടില്ല. ഈ രാജ്യത്തിന്റെ ഈ ബിംബങ്ങളായ സൂചകങ്ങളായ ഒന്നിനെയും അംഗീകരിക്കാത്ത അരാഷ്ട്രീയവാദികൾ ഇപ്പോ നമ്മളെ ദേശീയത പഠിപ്പിക്കാൻ വരുമ്പോൾ സവിനയം പറയുന്നു, ഒരു കാരണവശാലും BJPയെ പോലെ RSSനെ പോലെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലോ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ വളർച്ചയിലോ ഒരു പങ്കും വഹിക്കാത്ത, പങ്ക് പറ്റാൻ മാത്രം നടക്കുന്ന നിങ്ങളുടെ മുമ്പിൽ പൗരത്വം തെളിയിക്കാൻ ഇവിടുത്തെ ജനതയ്ക്ക് മനസ്സില്ല. അതുകൊണ്ട് നമുക്ക് പോരാട്ടം തുടരുക തന്നെ ചെയ്യണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പോരാട്ടം അനിവാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇവിടെ BJP അവരുടെ വിധ്വംസക രാഷ്ട്രീയം തുടരും. നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടില്ലേ, ദേവീന്ദർ സിംഗ് എന്ന് പറയുന്ന BJP ഭരിക്കുന്നതാണ്. കാശ്മീരിൽ ഇപ്പൊ സംസ്ഥാന മുഖ്യമന്ത്രിയില്ല, സംസ്ഥാന മന്ത്രിസഭയില്ല. അവര് കൂടെ ഭരിച്ച് അവസാനം കൂടെ ഭരിച്ചിട്ട് പിണങ്ങിയിട്ട് അവിടെ നിന്നും കളഞ്ഞുപോയി. തന്ത്രപരമായിട്ട് അവിടെ രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കി. 2019 ആഗസ്റ്റ് 15 ഇവര് നൽകിയ വിശിഷ്ട സേവാ പുരസ്കാരം നേടിയ ദേവീന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു DYSP ആയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് 3 ഭീകരവാദികൾക്കൊപ്പം ഡൽഹിയിൽ വന്നു. ആരാ ദേവീന്ദർ സിംഗ്? ഇതിനു മുമ്പ് അഫ്സൽ ഗുരു എന്ന് പറഞ്ഞ പാർലമെന്റ് ആക്രമണ കേസിലെ 7ാമത്തെ പ്രതി പറഞ്ഞത് എന്നെ ഡൽഹിയിൽ കൊണ്ടുവന്നത് ദേവീന്ദർ സിംഗ് ആണെന്ന. ആ ദേവീന്ദർ സിംഗ് 3 തീവ്രവാദികൾ BJPയുടെ ഉറ്റതോടെ ഈ പറയുന്ന രാജ്യത്ത് വലിയൊരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ എന്തിനാണ് 3 തീവ്രവാദികളുമായിട്ട് ഡൽഹിയിൽ വന്നത്? ഒരു സംശയം വേണ്ട. ഇവിടെ ബോംബ് പൊട്ടിച്ചുകൊണ്ട് ഇവിടെ ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമത്തിന്റെ സമരത്തിന്റെ ശ്രദ്ധ ഇവിടെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് ഇസ്ലാമോഫോബിയ ബാധിച്ച ഒരു വലിയ സമൂഹത്തെ കൂടെ നിർത്താനുള്ള ഗൂഢതന്ത്രമാണ് അവര് നടത്തിയത്. പക്ഷെ ഈ രാജ്യത്തിന്റെ മണ്ണിന് എന്തോ ഭാഗ്യമുള്ളത് കൊണ്ട് അത് പൊളിഞ്ഞുപോയി. നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, ദേവീന്ദർ സിംഗ് ആരാണ്, അയാൾ എന്തിനു വന്നു, അയാൾക്ക് നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾ പറയുവാൻ ബാധ്യതയുണ്ട്. ദേവീന്ദർ സിംഗിനെ പോലെയുള്ള ആദിത്യ റാവു ഹൈദരാബാദിൽ ജോലി കിട്ടാത്തതുകൊണ്ട് മംഗലാപുരത്ത് അദാനിയുടെ എയർപോർട്ടിലാവും ബോംബ് വയ്ക്കാൻ വന്നത്. അവന് മാനസിക വിഭ്രാന്തി ഉണ്ടെന്നാ BJP പറയുന്നത്. ഏത് തെറ്റുപിടിയൊക്കെ കണ്ടുപിടിച്ച് ഏത് കുഴപ്പക്കാരായി ഏത് പ്രശ്നക്കാരായി സംഘപരിവാർ ബന്ധമുള്ള ആരെ പിടിച്ചാൽ ഇവർ പറയും മാനസിക വിഭ്രാന്തി ഉണ്ടെന്നാ. എന്തെളുപ്പമാണ് ഇവര് തെറ്റുകളെ മറച്ചു വെക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. ഈ രാജ്യത്ത് ആലോചിച്ച് നോക്കൂ, ഈ രാജ്യത്ത് 73 വർഷക്കാലം കൊണ്ട് ഈ രാജ്യം ഉണ്ടാക്കിയെടുത്ത സ്വത്തുക്കൾ ഇല്ലാതാക്കുക. 250 കോടിയായിരുന്നു ഇന്ത്യയിലെ LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉണ്ടാകുമ്പോൾ അതിന്റെ ആസ്തി എന്ന് പറഞ്ഞാൽ 250 കോടിയാ. ഇന്നത്തെ ആസ്തി എത്ര നിങ്ങൾക്കറിയാവോ? 30 ലക്ഷം കോടിയാ. ഇന്ത്യയുടെ ബഡ്ജറ്റ് എന്ന 29 ലക്ഷം കോടിയേക്കാൾ ഉന്നതമായ 30 ലക്ഷം കോടി ആസ്തിയുള്ള LIC ഒരു വിൽക്കാൻ പോന്നു. 13 ലക്ഷം കോടിയുടെ ആസ്തിയുള്ള BPCL ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിനെ വെറും 65,000 കോടിക്ക് വിൽക്കാൻ പോകുന്നു. BJP ആയിട്ട് ബന്ധമുള്ള 23 ശതകോടീശ്വരന്മാര് 10 ലക്ഷം കോടിയായിട്ടാണ് ഈ രാജ്യത്തു നിന്നും കടന്നുപോയത്. BJPക്ക് ഏറ്റവും ഇഷ്ടമുള്ള 63 കോടീശ്വരന്മാരുടെ കയ്യിലാണ് ഇന്ത്യ രാജ്യത്തിന്റെ 93% സ്വത്ത്. BJPയുടെ ആഭ്യന്തരമന്ത്രി അവരുടെ ദേശീയ പ്രസിഡന്റ് അമിത്ഷായുടെ മകന് ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണം കൊണ്ട് 10,000 ഇരട്ടിയാണ് സ്വത്ത് വർദ്ധിച്ചത്. ഈ രാജ്യത്തിന്റെ അഭിമാന സ്തംഭമായിട്ടുള്ള കെൽട്രോൺ പോലെ, കൊച്ചിൻ റിഫൈനറി പോലെ, എയർ ഇന്ത്യ പോലെ, BSN പോലെയുള്ള സ്ഥാപനങ്ങൾ ഇവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. ഈ രാജ്യത്ത് 73 വർഷത്തെ സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് ഈ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഇവിടുത്തെ തൊഴിൽ മന്ത്രാലയം എന്ന് പറഞ്ഞ നരേന്ദ്രമോദിയുടെ കീഴിലുള്ള സ്ഥാപനമാണ്. 10 കോടി പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന നരേന്ദ്രമോദി പറഞ്ഞിട്ട് 3.25 ലക്ഷം പേർക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കൊടുത്ത തൊഴിലിനേക്കാൾ കുറവാണ് ഈ രാജ്യത്ത് തൊഴിൽ കൊടുത്തത് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഇന്ത്യൻ ലേബർ ബ്യൂറോ എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. ഈ രാജ്യത്ത് നോട്ട് നിരോധനത്തിൽ 2.25 കോടി പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് BJPയുടെ തൊഴിലാളി സംഘടനയായ ഭാരതീയ മസ്ദൂർ സംഘിന്റെ ദേശീയ അധ്യക്ഷനായ തൃശൂറുകാരനായ മലയാളിയായ സജി നാരായണനാണ്.
നമ്മൾ ആലോചിച്ച് നോക്കൂ, രാജ്യം അതിന്റെ പ്രതിസന്ധിയിൽ. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, ഈ രാജ്യത്തിലെ പട്ടിണി പാവങ്ങളുടെ പണം കൊള്ളയടിക്കുന്ന കൊള്ളക്കാർക്ക് കൂട്ടുനിൽക്കുന്ന, ഈ രാജ്യത്തിന്റെ അഭിമാന സ്തംഭമായ സ്ഥാപനങ്ങളെ വിറ്റുതുലയ്ക്കുന്ന, ഉള്ളി കഴിക്കില്ല എന്ന വരേണ്യ ബോധം പാർലമെന്റിൽ ഛർദ്ദിച്ചു വെക്കുന്ന നിങ്ങളും നിങ്ങളുടെ പ്രധാനമന്ത്രിയും നിങ്ങളുടെ മന്ത്രിമാരുമാണ് ഈ രാജ്യത്തെ രാജ്യദ്രോഹികൾ. ഈ രാജ്യത്തിന്റെ അഭിമാന സ്തംഭങ്ങൾ ഇല്ലാതാക്കുന്ന നിങ്ങളാണ് രാജ്യദ്രോഹികൾ. അല്ലാതെ ഈ രാജ്യത്തെ വിഭജിക്കുന്ന നിയമം തെറ്റാണെന്ന് പറയുന്ന ഞങ്ങളല്ല എന്ന് തിരിച്ചറിയണം. ഇവിടുത്തെ പാവപ്പെട്ട പിന്നോക്ക ഹിന്ദുക്കളായിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഇവരുടെ അടുത്ത പരിപാടി ഏകീകൃത സിവിൽ കോഡ്. ഞാൻ അവിടെ അവസാനിപ്പിക്കുക. ഏകീകൃത സിവിൽ കോഡ് ഈ രാജ്യത്ത് വരുന്നതോടുകൂടി ഈ രാജ്യത്തെ ഇവർ വീണ്ടും വിഭജിക്കും. ഏകീകൃത സിവിൽ കോഡ് വരുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ ആലോചിച്ച് നോക്കണം. പിന്നോക്ക സമുദായത്തിലെ തീരദേശത്തെ അല്ലെങ്കിൽ ആദിവാസി മേഖലകളിലെ ദളിത് മേഖലകളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊണ്ട് നിരന്തരമായിട്ട് സംവരണം നിർത്തലാക്കണമെന്ന് എഴുതിപ്പിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടത്, ഈ രാജ്യത്ത് സംവരണം നടപ്പിലാക്കിയ BR അംബേദ്കർ പറഞ്ഞത്, ഈ പറഞ്ഞ സംവരണം എന്തിനാണ് ഇവിടെ നടപ്പിലാക്കുന്നതെന്ന് ചോദിക്കുന്നതിന് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതായിരുന്നു: ടു ഇറാഡിക്കേറ്റ് ഇനിക്വാലിറ്റി ഓഫ് ഹിസ്റ്ററി, ഹിസ്റ്ററിക്കൽ ഇനിക്വാലിറ്റി, ചരിത്രപരമായിട്ടുള്ള അസമത്വം ഇല്ലാണ്ടാക്കാനാണ് ഈ രാജ്യത്ത് സംവരണം ഉണ്ടാക്കിയത്. ആലോചിച്ച് നോക്കൂ, 12% പബ്ലിക് സർവീസ് കമ്മീഷനിൽ മുസ്ലിങ്ങൾക്കുള്ള സംവരണം, 2% ലത്തിൻ കത്തോലിക്കനും 1% ദളിത് ക്രിസ്ത്യാനികൾക്കും. 15% മാറ്റി നിർത്തിയാൽ 85% സംവരണം കിട്ടുന്നത് ഹിന്ദു സമൂഹത്തിലെ പിന്നോക്കക്കാർക്ക്. ആ സംവരണം ഇല്ലാതാക്കണമെന്ന് പറയുന്നതിന്റെ അജണ്ട വളരെ കൃത്യമാണ്. BJPയുടെയും RSSന്റെയും അജണ്ടയിൽ കേരളത്തിലെ നായർമാർ ഉൾപ്പെടെയുള്ള പിന്നെ പുറകിലേക്കുള്ള ഒരു ജാതിയും വരുന്നില്ല. എന്തിനു പറയുന്നു? കേരളത്തിലെ ബ്രാഹ്മണന്മാരില്ല, ദക്ഷിണേന്ത്യക്കാരില്ല. അവർക്ക് LK അദ്വാനിയെ പോലെ, മുരളി മനോഹർ ജോഷിയെ പോലെ, മോഹൻ ഭഗത്തിനെ പോലെ ആ നീളം, ആ നിറം, ആ ഉയരം, ആ പറയുന്ന ശാരീരിക അംഗവിക്ഷേപങ്ങളുള്ള ബ്രാഹ്മണിക്കൽ അജണ്ടയിലുള്ളവർ മാത്രമാണ് BJPയുടെയും RSSന്റെയും ഹിന്ദുക്കളെന്ന് തിരിച്ചറിയണം.